നമസ്തേ സുഹൃത്തുക്കളെ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി ആനുകാലിക ന്യൂസുകളുമായി, കറന്റ് അഫയേഴ്സ് ന്യൂസുകളുമായി വരികയാണ്. അതായത് നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഫലം എത്താറായി. അതായത് മെയ് 4-ാം തീയതി രാവിലെ നമ്മൾ ആ ഫലം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, ഞാൻ ഉൾപ്പെടെ. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. അതായത് എത്ര സീറ്റുകൾ ആരൊക്കെ നേടും എന്നുള്ളതിലാണ്. അത് ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും ചില നമ്മുടെ സർവേ ഇതിൽ കിട്ടിയിരിക്കുന്നതാണ്. അത് നമ്മുടെ തന്നെ ഗ്രൗണ്ട് റിപ്പോർട്ട് മുംബൈ മലയാളി യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഉൾപ്പെടെ എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നടത്തിയ ഗ്രൗണ്ട് റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് പറയുന്ന പ്രവചനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. നമുക്ക് പ്രഡിക്ഷൻ എന്ന് ഇംഗ്ലീഷ് വാക്ക് പറയുമല്ലോ, അത് തന്നെ. ടുഡേസ് ചാണക്യ എന്ന് പറയുമ്പോൾ അവർ ആധികാരികമായിട്ട് പലതും പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ മുമ്പേ തന്നെ നമ്മൾ ആദ്യം തന്നെ ഇത് ഇലക്ഷൻ പ്രചരണ അവസാന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു എത്ര സീറ്റ് NDA കേരളത്തിൽ നേടുമെന്ന്. മറ്റ് സംസ്ഥാനങ്ങളിലെ നമുക്ക് അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ സംസാരിക്കാം. എന്തായാലും അതിന് ഉപരി നമുക്ക് കേരളത്തിലെ കാര്യം സംസാരിക്കാം. കേരളം ഈ പ്രാവശ്യം മാറ്റം ആവശ്യമാണെന്ന് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയുന്നു. പക്ഷേ മാറ്റം ആവശ്യമാണെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വരണമല്ലോ. അപ്പൊ നമുക്ക് ഏതായാലും കൂടുതൽ നീട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ്. നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ച് കാസർഗോഡ് ജില്ല തന്നെ തുടങ്ങാം. അങ്ങേറ്റം കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുമ്പോൾ 1 പഴിച്ചാൽ 3 എന്നാണല്ലോ ഓർമ്മ ശരിയാണെങ്കിൽ. സുരേന്ദ്രൻജി അവിടെ 3ാമത്തെ തവണയാണ് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്നത്. അദ്ദേഹം ഇത്തവണ വിജയിച്ചു കയറും. നേരിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിച്ചു കയറും. അത് ഭാഗ്യം കൂടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. എന്തായാലും വോട്ട് കള്ളം പറയില്ല. ബാലറ്റ് പൊട്ടിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഒരു സീറ്റ് പ്രവചിക്കുന്നു. കാസർഗോഡ് സീറ്റ് നമുക്ക് ത്രികോണ മത്സരം ശക്തമായിട്ട് നടക്കുന്നതുമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നില്ല. എന്തായാലും ഉറപ്പുള്ള മണ്ഡലം മാത്രം പറയുന്നു. ML അശ്വിനി നല്ല ഒരു കാൻഡിഡേറ്റ് തന്നെയായിരുന്നു, നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ കണ്ണൂരിലേക്ക് വരുന്നു. കണ്ണൂരിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ധർമ്മടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, നല്ല മത്സരം നടക്കുന്നുണ്ട്. NDAക്ക് സാധ്യതയുള്ളത് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അത് പ്രത്യേകിച്ച് ഒരു പക്ഷപാതപരമായിട്ടല്ല. കാരണം 3ാം മുന്നണിയായ NDA ഇത്തവണ നിശ്ചയിക്കും ആരാണ് ഭരണത്തിലേറേണ്ടതെന്ന്. അത് ഞാൻ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം പ്രെഡിക്റ്റ് ചെയ്തതിന് ശേഷം ഇത് പറയുകയാണ് തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഇത്തവണ തൂക്കുമന്ത്രിസഭ നിലവിൽ വരും എന്ന് തന്നെയാണ്. ആ തൂക്കുമന്ത്രിസഭ വന്നാൽ ഭരണം തുടർന്നു പോവുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു സാധ്യത കാണുന്നത് ഇന്ത്യ എന്ന് പറയുന്ന സഖ്യം, ഈ ഇന്ത്യയിൽ ഉടനീളമുള്ള ആ സഖ്യം ഒന്നിച്ച് ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പ്രധാന പ്രതിപക്ഷമായിട്ട് BJP സഖ്യകക്ഷികളും NDA നിയമസഭയിൽ ഉണ്ടാവും. അവര് 2 അക്കത്തിൽ കൂടുതൽ നിയമസഭയിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പ് പറയുന്നു. നമുക്ക് എന്തായാലും എണ്ണി തിട്ടപ്പെടുത്താം എത്ര പേര് വരുമെന്ന്. അപ്പോൾ മഞ്ചേശ്വരം കാസർഗോഡ് ജില്ല, കണ്ണൂര് നമ്മൾ പ്രത്യേകിച്ച് ആരെയും പ്രതീക്ഷിക്കുന്നില്ല. NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുമെന്ന്. എന്നിരുന്നാൽ തന്നെ നല്ല കോമ്പറ്റീഷൻ അവിടെ കാഴ്ചവെക്കാൻ സാധിക്കും. കുറച്ച് വോട്ടിംഗ് ശതമാനം കൂടുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ നമ്മൾ വരുന്നത് നേരെ ഇവിടെ കോഴിക്കോട് നോർത്ത് സൗത്തില് NDA BJP സ്ഥാനാർത്ഥികൾ ശക്തമായ മത്സരം കാഴ്ചവെച്ച് കോഴിക്കോട് നോർത്ത് പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ 2 പേരായി. കോഴിക്കോട് സൗത്തിനും സാധ്യത കാണുന്നുണ്ട്. കോഴിക്കോട് നോർത്തില് നമുക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് നവ്യ ഹരിദാസ് ആണ്. നല്ല ഒരു കാൻഡിഡേറ്റ് ആണ്, മികച്ച ഒരു വർക്കിംഗ് കാൻഡിഡേറ്റും കൂടിയാണ്. അവര് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ 2 പേരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഒരു കാര്യം കോഴിക്കോട് ജില്ലയിൽ വിട്ടുപോയി. അവിടെ KP പ്രകാശ് ബാബു നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്നു. 3 പേരും നല്ല മത്സരം കാഴ്ചവെക്കും. മലപ്പുറം നമ്മൾ വിട്ടുകളഞ്ഞിരിക്കുന്നു. മലപ്പുറത്ത് നമുക്ക് കുറച്ച് വോട്ടിംഗ് ശതമാനം കൂടും എന്നല്ലാതെ NDAക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ച് കയറുമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ വിട്ട് പാലക്കാട് മണ്ഡലമാണ്. പാലക്കാട് ശക്തമായ മത്സരം തന്നെ നടക്കുന്ന മലമ്പുഴ പാലക്കാട് മണ്ഡലം. ശോഭാ സുരേന്ദ്രനും നമ്മുടെ C കൃഷ്ണകുമാർ, അദ്ദേഹം പാലക്കാട് നിന്ന് അവിടെ വന്ന് മത്സരിച്ച് കഴിഞ്ഞ തവണയും മാറ്റിവെച്ച് നോക്കിയതാണ്. നല്ല വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച ഒരു കാൻഡിഡേറ്റ് കൂടിയാണ്. 30-ൽ കൂടുതൽ വോട്ടിംഗ് ശതമാനം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്ന്
ആണ് പറയപ്പെടുന്നത്, 35%. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്രാവശ്യം വിജയിച്ച് കയറുവാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കും, ഉറപ്പാണ്. എന്തായാലും ശോഭാ സുരേന്ദ്രൻജി അവർ വിജയിച്ചു കയറും എന്ന് തന്നെയാണ്, ഭൂരിപക്ഷം അല്പം കുറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് 4ാമത്തെ കാൻഡിഡേറ്റ് വിജയിച്ച് കയറിയിരിക്കുന്നു. അങ്ങനെ 4 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് തൃശ്ശൂർ ജില്ലയിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ പത്മജ വേണുഗോപാൽ ഉണ്ട്. അവരോടൊപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം തന്നെ നേരിടേണ്ടി വരും. UDF LDF മുന്നണികൾക്ക് നല്ലൊരു സംശയമൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ നില. നാട്ടികയിൽ CC മുകുന്ദൻ പാർട്ടി വിട്ടുമാറി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വിജയസാധ്യത കൂടുതലാണ്. അത് ഞാനൊരു NDA സ്ഥാനാർത്ഥിയുടെ വിജയമായിട്ട് കരുതുന്നില്ല എങ്കിൽ പോലും അദ്ദേഹവും വിജയത്തിൽ വരും. എന്തായാലും അതവിടെ സ്റ്റാൻഡ് ബൈ ആയി നിൽക്കട്ടെ. നമ്മുടെ 4 കാൻഡിഡേറ്റ് ഓൾറെഡി ഉണ്ട്. തൃശ്ശൂർ 5ാമത്തെ കാൻഡിഡേറ്റ് പത്മജ വേണുഗോപാൽ വിജയിച്ചു കയറിയിരിക്കുന്നു. അതുപോലെ ഗുരുവായൂരെ കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഗോപാലകൃഷ്ണൻജി അദ്ദേഹം ശക്തമായ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ NDAയുടെ സഖ്യകക്ഷിയായി വന്നിരിക്കുന്ന 2020ക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ NDAയുടെ BJPയുടെ വോട്ടും കൂടി കൂട്ടിയാൽ നമുക്ക് വിജയിച്ചു കയറുന്ന സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥികളിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയിൽ അഞ്ജലി നായർ വിജയിച്ചു കയറുവാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അഖിൽ മാരാർ മത്സരിക്കുന്നുണ്ട്. പക്ഷേ അഖിൽ മാരാർ വിജയിച്ചു കയറും എന്നുറപ്പ് പറയാൻ സാധ്യമല്ല. തൃക്കാക്കര എങ്കിലും അദ്ദേഹം നല്ല കോമ്പറ്റീഷൻ കാഴ്ചവെക്കും. പിന്നെ ബാബു ദിവാകരനാണ്. അദ്ദേഹവും വിജയിച്ചു കയറുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം നാട് തന്നെ ആകാൻ സാധ്യതയുണ്ട്. ബാബു ദിവാകരൻ സ്റ്റാൻഡ് ബൈ ആയിട്ട് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കണക്കൂട്ടുന്നില്ല. ഇടുക്കി ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ CPM നിന്ന് വന്ന S രാജേന്ദ്രന് വിജയസാധ്യത നിൽക്കുന്നു. അതും സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ 5 കാൻഡിഡേറ്റ്സ് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. അടുത്തത് കോട്ടയം ജില്ലയിലേക്ക് വരികയാണ്. കോട്ടയം ജില്ലയിലേക്ക് പാലായിൽ നല്ല 2 കോമ്പറ്റീഷൻ നടക്കുന്നത് കുഞ്ഞാറിലും പാലായിലും തന്നെയാണ്. ഒരു മകനുമാണ്. തീർച്ചയായിട്ടും അവരുടെ മത്സരം ത്രികോണ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് പറയാൻ വയ്യാത്ത രീതിയിൽ നിലനിൽക്കുകയാണ്. ഷോൺ ജോർജിന് സാധ്യത കൂടുതലുണ്ട്, PC ജോർജിനും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. എന്തായാലും 6ാമത്തെ സ്ഥാനാർത്ഥി ജയിച്ചു കയറുന്നു. പിന്നീട് നമ്മൾ നേരെ വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സന്ദീപ് ബജസ്പതി നല്ല മത്സരം കാഴ്ചവെക്കും. ചെങ്ങന്നൂര് മാവേലിക്കര അജിമോനും ചെങ്ങന്നൂർ MV ഗോപകുമാറും നല്ല മത്സരം തന്നെ കാഴ്ചവെക്കും തീർച്ചയായിട്ടും. അപ്പോ ആലപ്പുഴ ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥി ഇതിൽ ജയിച്ചു കയറും. അത് കൃത്യമായിട്ട് ഇന്നയാളെന്ന് ഞാൻ പറയുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു കയറും. അത് നമ്മൾ കണക്കൂട്ടുന്നു. 7ാമത്തെ സ്ഥാനാർത്ഥിയായി. അടുത്തത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ അപ്രതീക്ഷിത വിജയം, അപ്രതീക്ഷിതമല്ല പ്രതീക്ഷിച്ചത് തന്നെ. പ്രചരണ കാലഘട്ടത്തിൽ നന്നായിട്ട് ആൾക്കാർ അറിയുന്ന ആ ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ച് അനൂപ് ആന്റണി നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും അവിടെ ഒരു 5000 വോട്ട് മുകളിൽ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആറന്മുളയിലും രാജേട്ടന് സാധ്യതയുണ്ട്, കുമ്മനം രാജശേഖരൻ. പക്ഷേ അദ്ദേഹത്തിന്റെ സാധ്യതകൾ എങ്ങനെ പോകുമെന്ന് അറിയില്ല. എന്തായാലും അവിടെ നിഷ്പക്ഷ വോട്ടുകൾ ധാരാളം രാജേട്ടന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി നമ്മൾ വിജയിച്ചു കയറിയിരിക്കുകയാണ്. അങ്ങനെ 8ാമത്തെ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നു. അടുത്തത് റാന്നി, കോന്നി ഒക്കെ മണ്ഡലങ്ങളുണ്ട്. പക്ഷെ അവിടേക്ക് എങ്ങും നമ്മൾ പോകുന്നില്ല. മറ്റ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനാൽ മറ്റ് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി അത് സ്റ്റാൻഡ് ബൈ ആയി നിൽക്കട്ടെ. എന്തായാലും നമ്മൾ 8 പേരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി 9ാമത്തേത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ എതിർ സ്ഥാനാർത്ഥികൾ പോലും വിശ്വസിക്കുന്നു അദ്ദേഹം ജയിച്ചു കയറാൻ സാധ്യതയുണ്ടെന്ന്. ചാത്തന്നൂരാണ് ഗോപകുമാർ, VB ഗോപകുമാർ. അദ്ദേഹത്തിന് വളരെ സാധ്യത കൽപ്പിക്കുന്നു. എന്തായാലും അദ്ദേഹവും ജയിച്ചു കയറും കൊല്ലത്ത് നിന്ന് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 9ാമത്തെ കാൻഡിഡേറ്റ് വിജയിച്ചു കയറിയിരിക്കുന്നു. അങ്ങനെ അടുത്ത 10ാമത്തെ കാൻഡിഡേറ്റ് കടന്നു വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. തീർച്ചയായും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ 2 അക്കം തികച്ച് 10ാമത് കാൻഡിഡേറ്റ് ആയിട്ട് വിജയിച്ചു വരികയാണ് നേമത്ത് നിന്ന്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷവും ഒരുമാതിരി നല്ല ഭൂരിപക്ഷം തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 11ാമത്തെ കാൻഡിഡേറ്റും അവിടെ നിന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വട്ടിയൂർക്കാവിൽ ശ്രീലേഖ, പിന്നെ കാട്ടാക്കടയിൽ സാധ്യതയുണ്ട്, അതിന് അവിടെ നിൽക്കട്ടെ. കഴക്കൂട്ടത്ത് നമ്മുടെ മുരളീധരൻജി അദ്ദേഹം വിജയിച്ചു കയറും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ 12ാമത്തെ കാൻഡിഡേറ്റ് വിജയിച്ചു കയറും.
നെയ്യാറ്റിൻകര അപ്രതീക്ഷിത വിജയം സമ്മാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നാൽ 13 പേര് ഏകദേശം തിരുവനന്തപുരത്ത്. 13ാമത്തേത് ആരാണെന്ന് പറയുന്നില്ല, നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തോളൂ തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ നിന്ന്. അപ്പോ തീർച്ചയായിട്ടും ഈ 13 പേരില് നമ്മൾ ഒതുങ്ങുന്നില്ല. ഇനി NDAയുടെ സഖ്യകക്ഷികളായ 2020യുടെ എല്ലാ മറ്റ് BDJSന്റെയും സ്ഥാനാർത്ഥികൾ ആരെങ്കിലും വിജയിച്ച് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും 15 മുകളിൽ സ്ഥാനാർത്ഥികൾ NDA സഖ്യത്തിൽ നിന്ന് വിജയിച്ചു കയറി തൂക്കുമന്ത്രിസഭ 10 മുകളിൽ വന്നപ്പോൾ തന്നെ തൂക്കുമന്ത്രിസഭയായി കഴിഞ്ഞു. അങ്ങനെ വന്നാൽ ഒരു 15ന്റെ വരെ കണക്ക് നമ്മൾ എടുക്കുന്നു. അങ്ങനെ വെച്ചാൽ നമുക്ക് 140 സീറ്റിൽ നിന്ന് ഏകദേശം 125 സീറ്റ് ബാക്കിയുണ്ട്. ഈ 125 സീറ്റിൽ ആരൊക്കെ 70 മുകളിൽ കയറി ആ മാജിക് ഫിഗർ പിന്നെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി എത്തും എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ. അങ്ങനെ വന്നില്ല എങ്കിൽ ഒരുപക്ഷെ UDFO LDFO അങ്ങനെ അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരു ഫിഗറാണെങ്കിൽ, അതായത് രണ്ടു കൂട്ടർക്കും 65 ആ ഒരു നമ്പറിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ NDA അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. പ്രധാന പ്രതിപക്ഷമായി മാറിക്കൊണ്ട് ND സഖ്യം ഇവിടെ നിലവിൽ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്തായാലും ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്കും ആസാമിലേക്കും പുതുച്ചേരിയിലേക്കും തമിഴ്നാട്ടിലേക്കുമാണ്. അപ്പൊ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വിജയിയുടെ വിജയ സാധ്യത നിലനിർത്തിക്കൊണ്ട് അവിടെയും ഒരു തൂക്കുമന്ത്രിസഭയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ആര് എവിടെ ഭരിക്കും എന്ന് നമുക്ക് നിശ്ചയിക്കാറായിട്ടില്ല, എങ്ങനെ ഭരിക്കുമെന്ന്. അപ്പം എന്തായാലും NDA സഖ്യവും AIADMKയും കൂടി നല്ല ഒരു കോമ്പറ്റീഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. വിജയ് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു തൂക്കുമന്ത്രിസഭ നിലനിൽക്കുന്നു, സാധ്യത നിലനിൽക്കുന്നു. അടുത്തത് പുതുച്ചേരിയിൽ തീർച്ചയായിട്ടും NDA സഖ്യം നിലവിൽ വരും, BJP സർക്കാർ രൂപീകരിക്കും. ആസാമിലും വെസ്റ്റ് ബംഗാളിലും NDAയുടെ വിജയം സുനിശ്ചിതമായിരിക്കുകയാണ്. കൃത്യമായ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. അവിടെ ഭയഭീതി കൊണ്ട് എതിർ സ്ഥാനാർത്ഥികൾ ഉപചരണങ്ങളൊക്കെ അഴിച്ചുവിട്ട് തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു വിജയ പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുന്നു. അങ്ങനെ NDAയുടെ പൊതുവെയുള്ള ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ സുവ്യക്തമാണ്. 2029 പൊതു തെരഞ്ഞെടുപ്പായിട്ട് വരുമ്പോൾ സ്റ്റേറ്റുകളുടെ ഇലക്ഷനും പാർലമെന്റ് ലോക്സഭാ ഇലക്ഷനും ഒന്നിച്ചു വരുമെന്നുള്ള സാധ്യത നിലനിൽക്കുന്നു. നമ്മുടെ സെൻസസ് കണക്കുകളൊക്കെ തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ മെയിൽ അത് ആരംഭിക്കുമെന്ന് അറിയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേന്ദ്രത്തിൽ അത് നിയമം പാസ്സാക്കിയെടുക്കും. അത് രണ്ടും ഒന്നിച്ചു നടത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അങ്ങനെ 2029 വീണ്ടും അധികാരത്തിലേക്ക് കേരളത്തിൽ NDA സഖ്യത്തിന് ഒരു വാതിൽ തുറന്നുവിടും കിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് സത്യമാണ്. ശരി, അതുവരേക്കും കാത്തിരിക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി.